ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് പെട്ടെന്നൊരു ഗാർലിക് ചട്നി ഉണ്ടാക്കിയാലോ? അപ്പോൾ ബിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ തേങ്ങാ ചിരുവിയതും 10 അല്ലി വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളിയും ചുട്ട കാശ്മീരി ചില്ലിയും, പിന്നെ പുളി, കുറച്ച് കറിവേപ്പില, കല്ലുപ്പാണ്, ഒരു 1/2 ടീസ്പൂൺ കല്ലുപ്പും കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ മുളക് എടുത്തത് ഇച്ചിരി ഒന്ന് ചീനിച്ചട്ടിക്കകത്തിട്ട് ഒന്ന് ചുട്ടാണ് എടുത്തത്, എണ്ണ ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഗാർലിക് ഒന്ന് ചതച്ച് ഈ വെളുത്തുള്ളി ഒന്ന് ചുട്ടെടുക്കണം. ഒന്ന് ചുട്ടെന്ന് വെച്ചാൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിനകത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ചെയ്താൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചട്നിയാണ് ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. കട്ട ചമ്മന്തി പോലെ ആക്കി ഞാനിവിടെ ദോശയുടെ കൂടെയാണ് ഇന്ന് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടൊക്കെയാണ് ഇത് അരച്ചെടുത്തത്. ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കട്ട ചമ്മന്തിയും ദോശയുടെ കൂടെ കഴിക്കാം. പക്ഷേ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇച്ചിരി ലൂസാക്കിയെന്നേ ഉള്ളൂ. കട്ട ചമ്മന്തിയാണ് ഒന്നുകൂടെ ടേസ്റ്റ്. അപ്പം ഇതിപ്പം ചുട്ട് വെളുത്തുള്ളി ഒരു കളർ ചേഞ്ചൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് തേങ്ങായും എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. സിമ്പിളാണ്, പ്രത്യേകിച്ച് ഒരുപാട് ഇതൊന്നും ചെയ്യാനില്ല. അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഇടുന്ന വീഡിയോസ് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലേ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം തേങ്ങ നമുക്ക് അരച്ചുകൊണ്ട് വരാം. മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ ഇട്ട് ഇനി മുളക്, ഇതിൻ്റെ ഞാനിവിടെ പിരിയൻ മുളക് എടുത്തിരിക്കുന്നത് വെച്ചാൽ ഇതിന് എരിവും കളറുമുള്ള പിരിയൻ മുളകായതുകൊണ്ടാണ്. എരിവ് കുറവുള്ള പിരിയൻ മുളകാണെങ്കിൽ ഒരു 2 പിരിയൻ മുളകും ഒരു വറ്റൽ മുളകും കൂടെ എടുത്താൽ മതി. അപ്പം വെളുത്തുള്ളി വറുത്തതും കൂടെ ഇട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് പിന്നെ ആ പുളിയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒരു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചുകൊണ്ട് വരാം. അപ്പം വെള്ളം ഒഴിക്കാതെ കട്ട ചമ്മന്തിയാണ് വേണ്ടതെങ്കിൽ ഒരു സ്പൂണിട്ട് ഇളക്കി കൊടുത്ത് അരച്ചെടുക്കണേ. അപ്പം ഞാനിവിടെ 2 പേർ 3 പേർക്ക് വേണ്ടിയാണ് ചമ്മന്തി അരയ്ക്കുന്നുണ്ടായി ഇത്രയും കുറച്ച്. അപ്പോൾ ഇച്ചിരി ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. 5 വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്ഷനിലാണ് കടുക് വറുക്കാൻ. ഞാനിവിടെ കടുക് വറുക്കുന്നുണ്ട്. കടുക് വറുക്കാതെ ഈ ചമ്മന്തി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മുമ്പ് വെളുത്തുള്ളി വറുത്ത് വെച്ച എണ്ണ ഉണ്ടായിരുന്നു, അതിനകത്ത് തന്നെ ഞാൻ കടുകിട്ടു. കടുക് പൊട്ടി കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും 2 ചെറിയ ഉള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഒന്ന് റോസ്റ്റ് ഇതാക്കാൻ, ചെറിയ ഉള്ളിയുടെ കളറൊക്കെ മാറി വരുന്ന അതും കൂടെ ഇട്ട് നമുക്ക് കടുക് വറുക്കാം. ഇതിൻ്റെ കൂടെ ഒരു വറ്റൽമുളകും കൂടെ ഇടാൻ ഞാനിവിടെ ഇട്ടില്ലെന്നേ ഉള്ളൂ. അത് ഇഷ്ടമുണ്ടെങ്കിൽ കടുക് വറുത്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ചോറിൻ്റെ കൂടെ കട്ട ചമ്മന്തിയായിട്ട് അരയ്ക്കണമെങ്കിൽ കുറച്ചാകുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം മിക്സിയിൽ, അല്ലെങ്കിൽ അത് അരഞ്ഞു വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനിവിടെ കുറച്ചല്ലേ എടുക്കുന്നുള്ളൂ. 5 ആൾക്കാർ കൂടുതലുണ്ട്. തേങ്ങ കൂടുതൽ എടുക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഇപ്പം താങ്ക് യു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. കമൻസ് ഇടാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. എനിക്ക് ബിനീസ് കിച്ചൺ എന്ന് പറഞ്ഞ ഒരു പേജ് FBയിലും ഉണ്ട്, അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാനും ഫ്രണ്ട്സിൻ്റെ അടുത്തും എല്ലാവരും ഒന്ന് ഫോളോ ഒക്കെ ചെയ്യുക. അപ്പം കടുക് വറുത്തിട്ടു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിന് ബൈ ബൈ, സി യു, താങ്ക് യു.